സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ വീണ്ടും ഒരു ജീവൻ കൂടി നഷ്ടമായിരിക്കുകയാണ്. വയനാട് പഞ്ചാരക്കൊല്ലിയിലാണ് തോട്ടം തൊഴിലാളിയായ രാധയുടെ ജീവൻ ഒരു കടുവയെടുത്തത്. പകുതിയോളം ഭക്ഷിച്ച നിലയിലായിരുന്നു രാധയുടെ മൃതദേഹം എന്നാണ് അറിയുന്നത്. ഇതിന് പിന്നാലെ വലിയ പ്രതിഷേധം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. ഒടുവിൽ മന്ത്രി OR കേളു അടക്കം അവിടെ എത്തി നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കി. ചില വാഗ്ദാനങ്ങൾ, ചില ഉറപ്പുകളൊക്കെ നൽകിയ ശേഷം പ്രതിഷേധം അവസാനിപ്പിച്ചിട്ടുണ്ട്. നാളെയാണ് രാധയുടെ സംസ്കാര ചടങ്ങുകൾ എന്തായാലും നടക്കാൻ പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് ചില ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ കൂടി ഇതോടനുബന്ധിച്ച് വരുന്നുണ്ട്. ഒരു മാസത്തിനിടെ 6 ജീവനാണ് വന്യജീവികൾ എടുത്തത് എന്നതാണ് യാഥാർത്ഥ്യം. ഓരോ സമയവും ഇതുപോലെയുള്ള മരണങ്ങൾ ഉണ്ടാകുമ്പോൾ, വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ സർക്കാർ വാഗ്ദാനങ്ങൾ നൽകുന്നു, നടപടികൾ സ്വീകരിക്കാം എന്ന് പറയുന്നു. പക്ഷേ അതൊന്നും ഒരു താൽക്കാലിക പരിഹാരമായി അല്ല, ശാശ്വത പരിഹാരം, താൽക്കാലികമല്ല ശാശ്വത പരിഹാരമായി മാറുന്നില്ല എന്നതാണ്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഇത്തരം വിഷയത്തിൽ ഏത് രീതിയിലുള്ള ഇടപെടലാണ് ഇനി സർക്കാർ തലത്തിൽ ഉണ്ടാകേണ്ടത് എന്നാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അജിംസ, വീണ്ടും ഒരു മരണം കൂടി ഉണ്ടായി. പക്ഷേ ഇപ്പോഴും സർക്കാർ പറയുന്നു നഷ്ടപരിഹാരം നൽകും, അല്ലെങ്കിൽ ഫെൻസിംഗ് സ്ഥാപിക്കും, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പ്രതിഷേധം അവസാനിപ്പിക്കുകയാണ്. ഇവിടെ വേണ്ട ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഏത് രീതിയിലാണ്? ഈ 2 വർഷം മുമ്പാണ്, 2023 നമ്മൾ ഇതേ സീറ്റിൽ നിന്ന് ഒരു മനുഷ്യനെ, ഒരു നിസ്സഹായനായ മനുഷ്യനെ കടുവ പിടിച്ച് ഭക്ഷിച്ച ദിവസം ഇതുപോലെ ഔട്ട് ഫോക്കസ് ചർച്ച ചെയ്താണ് ഇതേ സംഭവം, ഇതേ ടോപ്പിക്. ഒരു മാറ്റവും ആ 2 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്ന് മാത്രമല്ല, ഇത്തരം സംഭവങ്ങളുടെ എണ്ണം കൂടുകയാണ് ഈ 2 വർഷത്തിൽ ചെയ്തത്. 150 പേർ വന്യജീവി ആക്രമണത്തിൽ മരിച്ചിട്ടുണ്ട് കഴിഞ്ഞ 10 വർഷത്തിനിടെ. 7 പേരെങ്കിലും കടുവ പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ സംഭവിക്കുമ്പോൾ കാട്ടാന വന്നാൽ ഞാനെന്ത് കാട്ടാന എന്ന മാതിരിയാണ് ഭരണകൂടത്തിൻ്റെ ഒരു അപ്രോച്ച് അതിനോട്. ശരിയാണ്, ഞങ്ങൾ ഫെൻസിങ് ഉണ്ടാകും. ഏത് ഫെൻസിങ്ങിനെ കുറിച്ച് അവർ സംസാരിക്കുന്നത്? കടുവയ്ക്ക് ഏത് ഫെൻസിങ്ങാണ് ബാധകം? കാട്ടാനയ്ക്ക് എന്ത് ഫെൻസിങ്? അപ്പോൾ അന്ന് നമ്മൾ ചർച്ച ചെയ്തൊരു കാര്യമുണ്ട്, ഈ വന്യജീവികളുടെ എണ്ണം കൂടുന്നു. ഇപ്പോൾ പ്രൊജക്ട് ടൈഗർ എന്നൊരു പദ്ധതി കേന്ദ്ര സർക്കാരിനുണ്ടായിരുന്നു. ആ പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി കടുവകളുടെ എണ്ണ വർധന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എത്ര കടുവകളുടെ എണ്ണം വർദ്ധിച്ചു എന്നാൽ ഇപ്പോഴത്തെ കണക്ക് ഇപ്പോൾ ആരുടെ കയ്യിലും ഇല്ല. ഇപ്പോൾ എത്ര കടുവയുണ്ട് വയനാട്ടിൽ എന്ന് ചോദിച്ചാൽ അറിയില്ല. അപ്പോൾ കടുവ എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ കടുവ മാത്രമാണോ? കർണാടകയിൽ നിന്ന് കടുവ വരുന്നുണ്ടോ? കാരണം കടുവയ്ക്ക് ഇപ്പോൾ ടെറിട്ടറി ഒന്നും അറിയില്ലല്ലോ. കർണാടക കേരള ബോർഡറൊന്നുമില്ല. അത് അങ്ങോട്ട് വരും ഇങ്ങോട്ട് പോവും ഒക്കെ ചെയ്യും. പക്ഷേ വൻതോതിൽ, അതായത് ഈ പ്രൊജക്ട് ടൈഗറിൻ്റെ ഭാഗമായി കടുവയുടെ എണ്ണം വർദ്ധിച്ച ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് കേരള കർണാടക ബോർഡർ വനഭൂമി എന്ന് പറയുന്നത്. അതിൻ്റെ കടുവ സെൻസസ് എത്ര കടുവയുണ്ടെന്ന് നമുക്കറിയില്ല. ഇനി ഇത്രയും കടുവകളെ താങ്ങാൻ പറ്റിയ വനവിസ്തൃതി നമുക്കുണ്ടോ? ഇതൊരു ക്വസ്റ്റ്യനാണ്. അതില്ല. ഇപ്പോൾ മനുഷ്യനും വന്യമൃഗങ്ങളും പരസ്പരം കോൺഫ്ലിക്റ്റോടുകൂടി തന്നെയാണ് ഈ ലോകത്ത് ജീവിച്ചു പോന്നിട്ടുള്ളത്. പുരാതന കാലം മുതൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാനിവിടെ വായിച്ചത് മറ്റേ ഗാഡ്ഗിലിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഗാഡ്ഗിലിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞ ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം വന്നത് ആനയല്ല, മനുഷ്യനാണ്. ഇന്ത്യ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം താമസം തുടങ്ങിയത് മനുഷ്യനാണ്, പിന്നീടാണ് ആന വന്നത്. അപ്പോൾ ഈ ചില പരിസ്ഥിതി കാൽപ്പനികവാദികൾ പറയുമല്ലോ, ആനയുടെ വഴിത്താരയിൽ, ആനയുടെ ആവാസ വ്യവസ്ഥയിൽ മനുഷ്യൻ കടന്നതിൻ്റെ. അപ്പോൾ ഇത് പറയുന്നത് ആരാണെന്ന് നോക്കണം, ഗാഡ്ഗിലാണ് പറയുന്നത്. അങ്ങനെയല്ല, മനുഷ്യൻ്റെ ആവാസ വ്യവസ്ഥയിൽ ആനയാണ് കടന്നു വന്നത് പുരാതന കാലത്ത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ ആദ്യം താമസം തുടങ്ങിയത് മനുഷ്യനാണ്. അത് ശാസ്ത്രീയമായിട്ടാണ് അത് പറയുന്നത്. എന്നിരിക്കെ ഈ പരിസ്ഥിതി കാൽപ്പനികവാദികൾ പറയുന്നത് പോലെ എല്ലാ കാര്യങ്ങൾ. കേരളത്തിൽ പോലും വനം കുറഞ്ഞതുകൊണ്ടല്ല വന്യമൃഗങ്ങൾ കാട്ടിലേക്ക് ഇറങ്ങി വന്നത്. കേരളത്തിൽ വനത്തിൻ്റെ വിസ്തൃതി കൂടുതലാണ്. കേരളത്തിൻ്റെ മൊത്തം ഏരിയയുടെ 33% വനമാണ്. എന്ന് മാത്രമല്ല, വനവിസ്തൃതി കൂടുന്നതായിട്ടാണ് വനംവകുപ്പിൻ്റെ വെബ്സൈറ്റിൽ പോയി നമുക്ക് മനസ്സിലാക്കുക. അതാണ് ഈ കർഷകർ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം. അതാണ് ഇവർ ഓരോ വർഷം കഴിയുമ്പോൾ ജണ്ട ഇങ്ങോട്ട് മാറ്റിക്കൊണ്ടിരിക്കും. മുമ്പ് പുഴയുടെ അക്കരയായിരുന്നു ജണ്ടയെങ്കിൽ ഇപ്പോൾ പുഴയുടെ ഇക്കരയിലേക്ക്, പുഴ കൂടി വനംവകുപ്പിൻ്റെ കീഴിലേക്ക് പോകും. അതങ്ങനെ വനവിസ്തൃതി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വനവിസ്തൃതി വർദ്ധിക്കുന്നു, വന്യമൃഗങ്ങളുടെ എണ്ണം കൂടുന്നു. ഈ പ്രശ്നത്തിന് പുരാതന കാലത്ത് എന്തായിരുന്നു പരിഹാരം? പുരാതന കാലത്ത് മനുഷ്യൻ ജീവിച്ചിരുന്നത് വേട്ടയാടിയാണ്, ഹണ്ട് ചെയ്താണ് ജീവിച്ചുകൊണ്ടിരുന്നത്. ലോകത്തെ ഏറ്റവും ഡ്രാക്കോണിയനായിട്ടുള്ള വനനിയമമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, വേട്ട അനുവദിക്കാത്ത ഒരേ ഒരു രാജ്യം ഈ ലോകത്ത് വേട്ട അനുവദിക്കാത്ത ഒരേ ഒരു രാജ്യം ഇന്ത്യയാണ്. വേട്ട എന്ന് പറഞ്ഞാൽ മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള കോഎക്സിസ്റ്റൻസിൻ്റെ സ്വാഭാവികമായ ഒരു ഉപാധിയാണ്. വേട്ടയാടിയേ ആ കോഎക്സിസ്റ്റൻസ് സാധ്യമാകൂ. അതായത് മനുഷ്യൻ ഒരു മൃഗങ്ങളെയും കൊല്ലില്ല, ഒരു അണ്ണാൻകുഞ്ഞിനെ പോലും കൊല്ലില്ല എന്ന് ശപഥമെടുത്താൽ ഈ വന്യമൃഗങ്ങൾ മനുഷ്യരെ തിന്നും. അപ്പോൾ ഇത് കോഎക്സിസ്റ്റൻസ്, മനുഷ്യൻ്റെ എണ്ണം കുറയും, മനുഷ്യരെ തിന്ന് തീർക്കും മൃഗങ്ങൾ. അപ്പോൾ ഇവരുടെ ഒരു സഹജീവനം സാധ്യമാവുന്ന എപ്പോഴാണ്? മൃഗങ്ങൾ വേട്ടയാടുന്ന പോലെ മനുഷ്യനും തിരിച്ചവരെയും വേട്ടയാടുമ്പോൾ അവരുടെ എണ്ണം പരിമിതപ്പെടും. ഇത് ശാസ്ത്രീയമായി അങ്ങനെ ചിന്തിക്കുന്ന രാജ്യങ്ങൾ
ന്യൂസിലൻഡ് ആകട്ടെ, ഓസ്ട്രേലിയ ആകട്ടെ, അമേരിക്ക ആകട്ടെ, കാനഡ ആകട്ടെ ഹണ്ടിങ് അനുവദിക്കുന്നുണ്ട്. ഏതെങ്കിലും ജീവിവർഗത്തിൻ്റെ എണ്ണം കൂടുമ്പോൾ അവർ ആ പ്രത്യേക കാലയളവിലേക്ക് ഹണ്ടിങ് സർക്കാർ ഉത്തരവിറക്കുകയാണ്. ആ പ്രദേശത്തുള്ള ആളുകൾക്ക് പോയി ഹണ്ട് ചെയ്യാം. ഓസ്ട്രേലിയയുടെ ദേശീയ മൃഗമാണ് കങ്കാരു. കങ്കാരുവിൻ്റെ എണ്ണം കൂടുമ്പോൾ ഓസ്ട്രേലിയൻ ഗവൺമെൻറ് ഓർഡർ ഇറക്കും. കങ്കാരുവിനെ കൊന്നുകൊണ്ടേ കൊടുത്ത പണം കൊടുക്കും അവർ. ഇത് ശാസ്ത്രീയമായി ഇതിനെ എങ്ങനെ പരിഹരിക്കണം, ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കണം എന്ന് ചിന്തിക്കുന്ന ലോകത്തെ എല്ലാ രാജ്യങ്ങളും പ്രാക്ടീസ് ചെയ്യുന്നൊരു റൂളാണ്. ഇന്ത്യയിൽ ഏറ്റവും മനുഷ്യവിരുദ്ധമായ ഒരു വനനിയമം നിലനിൽക്കുകയാണ്. ഒരു മനുഷ്യൻ്റെ, ഇപ്പം ഞാൻ വേണുവിൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറുകയാണ്. വേണുവിൻ്റെ വീട്ടിൽ കയറി അതിക്രമിച്ച് വേണുവിനെ ഉപദ്രവിച്ചാൽ ഇന്ത്യൻ ഭരണഘടന എനിക്ക് വേണുവിന് ചില റൈറ്റ്സ് തരുന്നുണ്ട്. വേണുവിനെ ഡിഫെൻഡ് ചെയ്യാം. വേണുവിന് ഒരുപക്ഷെ വേണുവിൻ്റെ വീട് ആക്രമിച്ചാൽ വേണുവിനെ കൊന്നാൽ പോലും അതിനൊരു ഒരു ഇളവുണ്ട്. കാട്ടാനയാണെങ്കിലോ, കാട്ടാന എൻ്റെ വീട്ടാക്രമിച്ചു, ഞാൻ കാട്ടാനയെ കൊന്നു, ഞാൻ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. അപ്പോൾ അത്രമാത്രം മനുഷ്യവിരുദ്ധമായ, ജനാധിപത്യ വിരുദ്ധമായ ഒരു വനനിയമം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. ഈ വനനിയമമാണ് പ്രശ്നം എന്ന് സംസ്ഥാന വനം വകുപ്പ് മന്ത്രി, മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ വനനിയമത്തിൽ ഭേദഗതി കൊണ്ടുവരാൻ എന്ത് സമ്മർദ്ദമാണ് സംസ്ഥാനം ചെലുത്തിയിട്ടുള്ളത്? ഈ വൈൽഡ് ലൈഫ് ഹ്യൂമൻ കോൺഫ്ലിക്റ്റ് ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ MP-മാർ, പ്രതിപക്ഷത്തിനാണുള്ള MP-മാരിൽ എണ്ണം കൂടുതൽ, അവരെന്ത് ശബ്ദം ഉയർത്തിയിട്ടുണ്ട് പാർലമെൻറ്റിൽ ഇതുവരെ? ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി അവിടുത്തെ MP-ആണ്, പ്രിയങ്ക ഗാന്ധി ഇപ്പോഴത്തെ MP-ആണ്. പ്രിയങ്ക ഗാന്ധി അല്പം മുമ്പ് അനുശോചിച്ചിട്ടുണ്ട്. ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി പ്രിയങ്ക ഗാന്ധി പാർലമെൻറ്റിൽ ശബ്ദം ഉയർത്തുമോ? നാളെ മലയോര ജാഥ നടത്തുകയാണ് UDF. ഇതേ വിഷയമാണ് അവർ ഉന്നയിക്കാൻ പോകുന്നത്. ഇവരുടെ MP-മാർ നാളെ പാർലമെൻറ്റിൽ ഈ വിഷയം ശക്തമായി ഉന്നയിക്കുകയോ അല്ലെങ്കിൽ ഈ വനനിയമ ഭേദഗതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുകയോ ചെയ്യുമോ? കോൺഗ്രസ് ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടാക്കിയ നിയമമാണ്, ഇന്ദിരാഗാന്ധി കൊണ്ടുവന്ന നിയമമാണ് ഈ വനനിയമം. ഇത് ഭേദഗതി ചെയ്യുമോ? ഇതിന് മറുപടി പറയേണ്ടത് സംസ്ഥാന സർക്കാർ മാത്രമല്ല, സംസ്ഥാനത്തെ പ്രതിപക്ഷമാണ്, കേന്ദ്രത്തിലെ പ്രതിപക്ഷമാണ്. ഇതിനോട് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം എന്താണ് എന്ന് പറയേണ്ടത് BJP-ആണ്. ഇതിന് ശാശ്വത പരിഹാരമുണ്ട്. പക്ഷേ ശാശ്വത പരിഹാരം എന്താണെന്ന് ഉറക്കെ പറയാനും അതിനുവേണ്ടി ഭരണകൂടത്തിന് മേൽ സമ്മർദ്ദം ചെലുത്താനും ആളുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് പ്രധാനം. യെസ്, വേണിച്ചേട്ടാ, ജിംസ് പറഞ്ഞതുപോലെ നമ്മളെ കൊല്ലാനായിട്ട് വല്ല കടുവയോ പോത്തോ ഒക്കെ ഇറങ്ങി അതിനെ കൊന്നുകളഞ്ഞാൽ പിന്നെ പുറം ലോകം കാണാൻ കുറച്ച് കഷ്ടപ്പെടേണ്ടി വരും. അപ്പോൾ നമ്മുടെ നിയമത്തിൻ്റെ പ്രശ്നങ്ങൾ തന്നെയാണോ, നൂലാമാലകൾ തന്നെയാണോ ഈ വന്യജീവി ആക്രമണങ്ങൾക്ക് ഒരു പരിഹാരം കാണാതെ പോകുന്നതിന് പിന്നിൽ? ഇപ്പോൾ നിയമങ്ങൾ കർക്കശമാണ്. ഈ പറയുന്നത് പോലെ തന്നെ അത് ഈ മൃഗങ്ങളുടെ അവകാശങ്ങളെ പൂർണ്ണമായും ഉറപ്പുവരുത്തുക എന്ന സ്വഭാവത്തിൽ തന്നെ നിൽക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഈ വനം നിയമ ഭേദഗതി പിൻവലിച്ചുകൊണ്ട് മുഖ്യമന്ത്രി മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ ഇടയ്ക്ക് മുഖ്യമന്ത്രിക്ക് പോലും ചിരിപൊട്ടി. മുഖ്യമന്ത്രി പറയുകയായിരുന്നു, ഇപ്പോൾ ഒരു കടുവ വന്ന് ആക്രമിക്കാൻ നിൽക്കുകയാണ് ആ ഒരു ഭാഗത്ത്. അപ്പോൾ ഈ കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരമാണെങ്കിൽ ഒരു 6 അംഗ സമിതി കൂടണം. ആ 6 അംഗ സമിതി കൂടി അതിനകത്ത് എന്താണ് നമുക്ക് പിന്നീടുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ കഴിയുക എന്നാലോചിച്ച് പുറത്തിറങ്ങി വരും വരെ ആ കടുവ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രി പിന്നെ ചിരിക്കുകയാണ്. അതെ, കടുവ അവിടെ തന്നെ അത്രയും നേരം നിൽക്കുമോ എന്ന് ചോദിക്കുന്നൊരു അപ്രായോഗികത അതിലുണ്ട്. പക്ഷേ ഒരു പ്രശ്നം, ഇപ്പോൾ ഇവിടെ വേട്ടയ്ക്ക് അനുമതി കൊടുക്കുക എന്ന് പറയുന്നൊരു കാര്യം പറഞ്ഞല്ലോ. നമ്മുടെ പാശ്ചാത്യ രാജ്യങ്ങൾ പലയിടവും അങ്ങനെ ചെയ്യുകയാണ്, ഇന്ത്യ അങ്ങനെ ചെയ്യുന്നില്ല എന്ന്. അതിൻ്റെ ഒരു പ്രശ്നം ഇപ്പോൾ ഒന്നും ഒരു പ്രതികാരക്കൊലയായിക്കൂടാ, 1. 2, അത് ഒരു നിയമവിരുദ്ധ വരുമാന മാർഗവും ആയിക്കൂടാ. ഈ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ രാധയെ കടുവ കൊന്നു, ആ കടുവയെ വെടിവെച്ച് കൊല്ലണം, അല്ലെങ്കിൽ ആ കടുവ ജീവനോടെ ഇരിക്കരുത് എന്ന് പറയുമ്പോൾ ആ ഒരൊറ്റ കടുവ രാധ എന്ന് പറയുന്ന ആളെ ശത്രുവായി പ്രഖ്യാപിച്ചിരുന്നു, തക്കം പാർത്ത് രാധയെ കൊന്നു. അപ്പോൾ അതുകൊണ്ട് ആ കടുവേന് ജീവനോടെ ഇരുന്നുകൂടാ. ഇങ്ങനെ ഇത് കൈകാര്യം ചെയ്യാൻ കഴിയില്ല. രാധയെ കൊന്ന് ആ കടുവയെ വെടിവെക്കണമെന്നാണ് ആവശ്യം, അല്ലാതെ കടുവയെ വെടിവെക്കണമെന്നല്ല. അപ്പോൾ ഇതാണ് പ്രശ്നം. അങ്ങനൊരു പ്രതികാരക്കൊലയല്ല ഇതിന് പരിഹാരം. ഇപ്പോഴത്തെ ഈ രാധയുടെ കൊലപാതകം നടന്നിരിക്കുന്നു. അവരുടെ തലയുടെ ശിരസിൻ്റെ ഒരു ഭാഗം കടുവ ഭക്ഷിച്ചിരിക്കുന്നു. ഏതാണ്ട് 100-150 മീറ്ററോളം വനത്തിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയിരിക്കുന്നു. ആ ഭീകരത ഒന്നും മറന്നുകൊണ്ടല്ല ഈ പറയുന്നത്, ഇൻസെൻസിറ്റീവായല്ല പറയുന്നത്. രാധയെ കൊന്ന കടുവയാണോ കൊല്ലേണ്ടതെന്ന് ചോദിച്ചുവെന്നും കരുതരുത്. പ്രതികാരക്കൊലയുടെ സ്വഭാവത്തിലേക്ക് അത് ചുരുങ്ങിക്കൂടാ. പിന്നെ ഇപ്പോൾ ഈ പറയുന്ന പോലെ നമ്മളിവിടെ വേട്ടയ്ക്കൊരു പ്രത്യേക സീസൺ അനുവദിക്കുക ഒക്കെ ചെയ്യുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുക എന്ന് നമുക്കറിയുന്നതാണ്. അനിയന്ത്രിതമായ വേട്ടയാടലിലേക്കാണ് പോവുക. അത് പിന്നെ മനുഷ്യൻ്റെ സുരക്ഷ എന്നതിനപ്പുറത്ത് സാമ്പത്തിക സുരക്ഷയുടെ സാധ്യതകൾ തേടിക്കൊണ്ട് പോകുന്ന ഒരു നീക്കമായും മാറിയേക്കാം. ഇത്തരം പ്രശ്നങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവകാശങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ എത്രമാത്രം നമുക്ക് അവഗണിക്കാൻ കഴിയുന്ന വിഭാഗത്തിന് അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു,
അവിടെയാണ് നമ്മൾ വളരുന്നത് ഒരു സമൂഹം എന്ന നിലയിൽ. ഇപ്പോൾ നമ്മളെപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട്, ഒരു അജ്ഞാത മൃതദേഹം എന്തിനാണ് നമ്മൾ മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്? മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത് എന്തുകൊണ്ട് എന്നാൽ അജ്ഞാത മൃതദേഹം എന്ന് പറയുന്നതിന് തിരിച്ചറിയപ്പെടാനുള്ള അവകാശമുണ്ട്. അത് വി.ആർ. കൃഷ്ണയ്യർ പറഞ്ഞത് മരണാനന്തരവും മനുഷ്യാവകാശമുണ്ടെന്നാണ്. ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലും അയാളുടെ അവകാശങ്ങൾ നിലനിൽക്കുകയാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു മൃതദേഹം അത് തിരിച്ചറിയപ്പെടണം എന്നത് ആ മൃതദേഹത്തിൻ്റെ അവകാശമാണെന്നാണ് നാം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. അപ്പോൾ അത്ര ഉയർന്ന തോതിലാണ് നമ്മൾ ആ കാര്യങ്ങളെ ചിന്തിക്കുന്നത്. മരിച്ചയാൾ മരിച്ചു, ഇനിയിപ്പോൾ അങ്ങ് മറവ് ചെയ്യാം, അങ്ങനെയല്ല എന്ന് പറയുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഏത് ചരാചരവും എത്ര അഗണ്യ കോടിയിലേക്ക് തള്ളപ്പെടേണ്ടതായാലും അതിനൊരു അവകാശമുണ്ട് എന്ന് നമ്മുടെ മനസ്സിലാക്കലുണ്ടല്ലോ, അത് പ്രധാനം തന്നെയാണ്. അത് വളർച്ചയുടെ ഒരു മാനദണ്ഡമായി തന്നെ എടുക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പറയുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇതൊന്നും തടസ്സമായിക്കൂടാ എന്നുള്ളതിനകത്ത് ഞാൻ യോജിക്കുകയുമാണ്. പക്ഷേ അതിനകത്താണ് ഈ പറയുന്ന നിയമത്തിൻ്റെ നൂലാമാലകളുണ്ടാകാം, ഈ പറയുന്ന മറ്റ് തടസ്സങ്ങളുണ്ടാകാം, ഫെൻസിങ്ങിൻ്റെ അപ്രായോഗികതയുണ്ടാകാം. അത് പരിഹരിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഈ വയനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സംഭവങ്ങളൊക്കെ നടന്ന ഇപ്പോൾ ഒരു മാസത്തിൽ 3 ജീവനാണ് നഷ്ടപ്പെട്ടത്. എന്താണ് 10 കൊല്ലത്തെ കണക്കൊക്കെ ഇപ്പോൾ വരാണ്. അതിൽ 8ഓളം പേരെ കടുവ തന്നെയാണ് കൊന്നിരിക്കുന്നത്. ഈ പറയുന്ന ഏറ്റവും ഉടനെ ഉണ്ടായിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് 3 പേരുടെ ജീവിതം തന്നെയാണ് പോയത്. ഈ രാധയടക്കം ഈ അടുത്ത കാലത്തായിട്ട് കടുവ വന്ന് ആക്രമിച്ച് കൊന്നത്. ഇതേ വയനാട്ടിൽ ഈ പറയുന്ന ഉരുൾപൊട്ടലിന് ശേഷവും തുരങ്കപാത നിർമ്മാണത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത കർക്കശമായ ശബ്ദം മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായല്ലോ. അപ്പോൾ സർക്കാർ ആലോചിക്കുന്ന പദ്ധതികൾ അത് പരിസ്ഥിതിയെ വേട്ടയാടിക്കൊണ്ട്, ഏതെങ്കിലും ഒരു മൃഗത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, പരിസ്ഥിതിയെ വേട്ടയാടിക്കൊണ്ട് അത്തരം പദ്ധതികൾ സർക്കാരിന് നടത്താം. അതിനകത്ത് മറ്റ് പല താല്പര്യങ്ങളുമുണ്ട്, മറ്റു പല സാമ്പത്തിക താല്പര്യങ്ങളും ഉണ്ടാകും. അപ്പോൾ അതിനകത്ത് ഒരു പിന്നോട്ട് പോക്കുമില്ല എന്ന് പറയാൻ കഴിയും. പക്ഷേ ഫെൻസിങ്ങിൻ്റെ കാര്യം വരുമ്പോൾ വല്ലാത്ത നിസ്സഹായത പറയും. അവിടെ സർക്കാരിന് എന്ത് ചെയ്യാൻ കഴിയും? കാട്ടിൽ നിന്ന് ഇങ്ങനെ മൃഗങ്ങൾ ഇറങ്ങി വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? അല്ലെങ്കിൽ ഉൾവനത്തിലേക്ക് എന്തിന് നിങ്ങൾ പോകുന്നു? ഉൾവനത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ആക്രമണത്തെ സർക്കാർ എങ്ങനെയാണ് ഉത്തരം പറയുക? എന്ന് വെച്ചാൽ കാട് സർക്കാരിൻ്റെ നിയന്ത്രണത്തിലല്ലേ? കാട്ടിനകത്ത് മൃഗം എന്ത് ചെയ്യുന്നു എന്നതിൻ്റെ നിയന്ത്രണം സർക്കാർ ഏറ്റെടുക്കേണ്ടതില്ല. പക്ഷേ കാടെന്ന് പറയുന്നത് കേരളത്തിനകത്താണെങ്കിൽ സർക്കാരിൻ്റെ നിയന്ത്രണത്തിനകത്തുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് കാട്ടിനകത്തേക്ക് ഒരു വ്യക്തി പോയാൽ പിന്നെ സർക്കാരിന് ആ വ്യക്തിയുടെ ചെയ്തിയിൽ ഒരു ഉത്തരവാദിത്വമില്ല. ആ വ്യക്തിക്ക് എന്ത് വേണമെങ്കിലും സംഭവിച്ചോട്ടെ എന്നൊരു തീരുമാനം എടുക്കാൻ കഴിയില്ല. കാട്ടിനകത്തല്ലേ മാവോയിസ്റ്റുകളെ ഇവർ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്? ആണല്ലോ. കാട്ടിനകത്ത് ഉൾവനത്തിലായിപ്പോയി, അവരെ വേണമെങ്കിൽ കടുവ പിടിച്ചോട്ടെ, എന്തിന് തണ്ടർബോൾട്ട് എന്ന് ആലോചിക്കുന്നില്ലല്ലോ. അപ്പോൾ ദൗത്യങ്ങളുണ്ട്. പക്ഷേ ആരെ കേന്ദ്രീകരിച്ചുള്ള ദൗത്യങ്ങളാകണം എന്നതിലെ വിവേചനമുണ്ടല്ലോ ഭരണകൂടത്തിൻ്റെ. ആ വിവേചനമാണ് ചോദ്യം ചെയ്യപ്പെടേണ്ടത്. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു നിർത്താം. നമ്മളിപ്പോൾ നേരത്തെയും ഈ പറയുന്ന വന്യമൃഗങ്ങൾ ആക്രമിക്കുമ്പോൾ നമ്മൾക്കൊരു പ്രതികരണം ഉണ്ടായിരുന്നു, വൈകാരികമായ പ്രതികരണം. എന്നെ ഭയപ്പെടുത്തുന്നത് ആ പ്രതികരണത്തിൻ്റെ സ്വഭാവം മാറുന്നു എന്നതാണ്. പ്രത്യേകിച്ച് അൻവർ ഈ വിഷയം ഏറ്റെടുത്തതോടെ. അൻവർ ആദ്യം ചെയ്തത് ശരിയാണ്, വേണമെങ്കിൽ പറയാം, ഫോറസ്റ്റ് ഓഫീസ് അടിച്ചു തകർക്കുക എന്ന് പറയുന്നത്. അൻവർ നേരിട്ട് ചെയ്തിട്ടില്ല, അതൊരു പ്രതിഷേധം തന്നെയാണ്. പ്രതിഷേധത്തിൽ ഈ പറയുന്ന 1-2 ലൈറ്റ് പൊട്ടുക, 2-3 കസേര പോവുക, 1300 രൂപയുടെ കാര്യമാണ് എന്നല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ ചില കലഹങ്ങൾ നല്ലത് തന്നെയാണ്. പിന്നീട് അൻവർ പറഞ്ഞൊരു മനോഹരമായ പ്രയോഗമുണ്ടായിരുന്നു, കേരളം ഒരു തുറന്ന മൃഗശാലയായി. പക്ഷേ ആന കിണറ്റിൽ വീണാൽ ഉടനെ മണ്ണിട്ട് മൂടിക്കളയണം എന്ന് പറഞ്ഞത് അപായകരമാണ്. അൻവർ ഒരു പ്രസംഗം കഴിഞ്ഞ് പോകുമ്പോൾ ഒരു ഫോറസ്റ്റ് ഓഫീസ് ആളുകൾ തല്ലി തകർക്കുന്നുവെങ്കിൽ നാളെ ഒരു കാട്ടാന വന്ന് വീഴുമ്പോൾ ഇപ്പോഴുള്ളൊരു ജാഗ്രതയുണ്ടല്ലോ. ബന്ധപ്പെട്ട അധികൃതരെ അറിയിക്കുക, നാട്ടുകാർ വന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിക്കുക, അതുപോലെ തന്നെ വനം വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ അറിയിക്കുക. ആ ഒരു കണ്ണിയുണ്ടല്ലോ, അത് മുറിച്ചുകൊണ്ട് മണ്ണ് മൂടുകയാണെങ്കിലോ ആരെങ്കിലും ചേർന്ന്, അല്ലെങ്കിൽ എന്നിട്ട് പിന്നെ പറയുകയാണ് അവിടെ മണ്ണിടിച്ചിലുണ്ടായത്. ഞാൻ അതിനെ വല്ലാതെ സാങ്കല്പികമായി പോകുന്നില്ല. ഞാൻ പറഞ്ഞ മനുഷ്യർക്കൊരു പ്രതിരോധത്തിൻ്റെ മാർഗം പറഞ്ഞു കൊടുക്കുമ്പോൾ അത് തീവ്രവാദ സ്വഭാവത്തിലേക്ക് പോകുമോ എന്ന ആശങ്ക ഉണർത്തുന്നുണ്ട്. അൻവറിനെ വ്യക്തിപരമായി കുറ്റം പറയുകയല്ല, അതും ഒരു വൈകാരിക പ്രതികരണമാണ്. പക്ഷേ ജനം ഇനി എങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. ഇന്നിപ്പോൾ മന്ത്രി കേളുവിന് നിസ്സഹായനായിട്ടൊക്കെ ഇരിക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. വനമന്ത്രിക്ക് പിന്നെ ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് ഭരണകൂടത്തെ ദുർബലമാക്കുന്ന ഒന്നായി ഇത്തരം തീവ്രമായ നിലപാടുകൾ വന്നാൽ അത് ഉണ്ടാക്കുന്ന ആപത്തുകൾ ചില്ലറയല്ല. അതിലൊരു ജാഗ്രത ഭരണകൂടവും പുലർത്തേണ്ടതുണ്ട്, ഈ പറയുന്ന മേഖലയിൽ താമസിക്കുന്ന ആളുകളും പുലർത്തേണ്ടതുണ്ട്. പരസ്പരം വിശ്വാസം ഊട്ടിയുറപ്പാക്കപ്പെടുക എന്നതാണ് പ്രധാനം.
അതിലേക്ക് ചർച്ചകൾ ആരോഗ്യകരമായി നീങ്ങേണ്ടതുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. യെസ്, അത് തന്നെയാണ്. മനുഷ്യ വന്യജീവി സംഘർഷം അത് പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ്. നമ്മുടെ വനമേഖലയോട് ചേർന്നുള്ള ജനവാസ മേഖലകളിൽ നിന്നൊക്കെ ആളുകൾ ജീവനും കൊണ്ട് ഓടേണ്ട ഒരു സ്ഥിതിയിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ തലത്തിൽ തന്നെ ഇതിൽ ഒരു ശാശ്വത പരിഹാരം കാണേണ്ടതുണ്ട്. ഇന്നത്തെ ഔട്ട് ഓഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും കാണാം. നമസ്കാരം.